ഹലോ, ഈ പോകുന്ന പോക്ക് സത്യം പറഞ്ഞാൽ ഒരു ചലഞ്ചിനുള്ള പോക്കാണ് കേട്ടോ. ചലഞ്ച് ഞങ്ങളുടെ കൂടെ പറഞ്ഞ ആരാന്ന് പറഞ്ഞാൽ ലീ സ്റ്റോക്കർ ചേട്ടനാണ്. ചേട്ടൻ വരുമ്പോഴേ എല്ലാവർക്കും അറിയാമല്ലോ എന്ത് ചലഞ്ചായിരിക്കും എന്ന്. സത്യം പറഞ്ഞ ഈ വീഡിയോ ഞാൻ ഒരു മാസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. എനിക്ക് ഇപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്ക് സമയം കിട്ടി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ വന്നത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഞങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനായിട്ടാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ മാത്രമല്ലായിരുന്നു, കുറേ ലെജൻഡായിട്ടുള്ളവരവിടെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പെറ്റ് ഗ്രൂമിംഗ് എന്ന കോഴ്സാണ് ഞാൻ പഠിച്ചിറങ്ങിയത്. ചെങ്ങന്നൂരുള്ള ഡി ഗ്രൂംസ് സ്ഥാപനത്തിൽ ഞാൻ പഠിച്ചിറങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ലീ സ്റ്റോക്കിൽ ചേട്ടനൊക്കെ അവിടെ പഠിപ്പിക്കാനായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഉച്ച വരെ ഉണ്ടായിരുന്ന നല്ല കിടിലും തിയറി ക്ലാസ് ആയിരുന്നു. തിയറി ക്ലാസ് മാത്രമല്ല, ലൈഫ് തുറന്ന കുറേ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞതിന് മോട്ടിവേഷൻ ആവുകയും യൂട്യൂബിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചേട്ടൻ ഞങ്ങളുടെ സംസാരിച്ചായിരുന്നു. ഇതൊന്നും മാത്രമല്ല കേട്ടോ, സ്പെഷ്യലായിട്ടൊരു കാര്യം ഇനി വരാൻ പോകുന്നുള്ളൂ. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ചേട്ടൻ ലൈവായിട്ട് അത് നേരിട്ട് ചേട്ടൻ കൂട്ടിന്ന് ഡോഗിനെ എങ്ങനെ ഇറക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ കാണുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഈ മന്ദം നടന്നു വന്നവരൊക്കെ പോകാൻ വേണ്ടിയുള്ളവരാണ്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷ എന്നല്ല, റീൽസോടെയും യൂട്യൂബിലൂടെയും മാത്രം കണ്ട ഒരു കാഴ്ച നേരിട്ട് കാണാൻ പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് കൂടി നമ്മൾ കയറി ചെന്നത് ആദ്യം കണ്ട ഇവനെയാണ്. ഇവനെ ഇത് മുമ്പേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവൻ ആരാണ്, ഇവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്. എന്തായാലും ഇവനെ അല്ല കേട്ടോ കേജിൽ നിന്ന് ഇറക്കാൻ വന്നത്, വേറെ ഒരുത്തനാണ്. ജർമ്മൻ ഷിപ്പറിനെയാണ് നമ്മൾ ഇറക്കാൻ വേണ്ടിയിരുന്നത്. പക്ഷേ അവൻ്റെ വീഡിയോ എടുക്കല്ലെന്ന് അവിടുത്തെ ഓണറിന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. സത്യം പറയല്ലേ, വീഡിയോയിലൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ. അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒന്ന് അത്ര അഗ്രഷനുള്ളൊരു ഡോഗിൽ നിന്ന് സിമ്പിളായിട്ട് ആ കൂട്ടിൽ നിന്ന് ഇറക്കുന്ന കാഴ്ച അത് കാണേണ്ട തന്നെയാണ്. അതൊരു വേറൊരു ഫീലായിരുന്നു. നമ്മളെല്ലാവരെയും കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് അപ്പം മനസ്സിലായിട്ടുണ്ട്. കുറച്ച് നേരം ഡോഗായിട്ട് സംസാരിച്ചിരിക്കണേ ഞാൻ കണ്ടു. പിന്നെ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കേജിൽ നിന്ന് ഡോഗിനെ ഇറക്കണേ കേട്ടോ. എങ്ങനെ ഇത്ര ഈസി ആയിട്ട് അവനെ ഇറക്കുന്നത് എനിക്കിത് മനസ്സിലായില്ല. പിന്നെ അവിടെ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഇറക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ നല്ല ട്രോഫി മേടിച്ച് ഞാൻ വരുമെന്ന് മാത്രം എനിക്ക് നല്ല പോലെ മനസ്സിലായി. ചേട്ടൻ്റെ മിക്ക വീഡിയോസുള്ള കമൻറ്റിൽ ഞാൻ കാണാറുണ്ടായിരുന്നു, ഫേക്ക് വീഡിയോസാണ്, അല്ലെങ്കിൽ ഡോഗ്സ് നേരത്തെ പരിചയമുള്ള ഡോഗ്സാണ് ഇറക്കുന്നത്, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും തേച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറേ കമൻറ്റുകളും കാര്യങ്ങളും കാണാറുള്ളതെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടൈം ഒരു പരിചയമുള്ള ഡോഗിന് ഇത്ര ഈസിയായിട്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എന്തായാലും ഇത്ര നല്ല വീഡിയോസ് നമുക്ക് തന്നെ ചേട്ടൻ ഒരു കയ്യടി കൊടുത്ത് എന്തായാലും പറ്റത്തുള്ളൂ. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവനെ കൂട്ടി നിറക്കി കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അന്ന് പഠിക്കാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷിബോണൻ്റെ ഭാഗം ഒരു മൽപ്പിടുത്തം കാര്യങ്ങളൊക്കെയാണ് ഡോഗായിട്ട്. പിന്നെ ഇവനൊരു കാര്യം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ പിടിവിടില്ല കേട്ടോ. അത് ലാസ്റ്റ് ഓണർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെറുക്കൻ. പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാം യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ചേട്ടനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞു. എന്തായാലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ.